ഡ്രസ് ഇട്ടിട്ടില്ല. ഡ്രസ് അയ്യോ യോ 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 വാ വാ സിയ വാ വാ വോ വാ വാ വോ. സിയയുടെ കുറുമ്പ് കാണിച്ചു തരാട്ടാ. രാവിലെ എണിച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടി നോക്കിക്കോട്ടാ. സിയന്റെ മുടി പിടിച്ചാ ചീത്ത പറയട്ടാ. ചീത്ത പറയുമ്പോ നോക്കിക്കോട്ടെ. അമ്പോ അപ്പൊ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്കിന്ന് ഈ ഒരു ക്ലൈമറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാറ്റുകാലം അതുപോലെ തന്നെ വെയിലും തണുപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ല, ഒരു പൊട്ട ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയും. കാരണം അസുഖങ്ങളായാലും ശരി എല്ലാം വരുന്ന ഒരു ക്ലൈമറ്റാണിത്. കുട്ടികൾക്കായാലും ശരി വലിയവർക്കായാലും ശരി പനി ചുമ ഒക്കെ വിട്ടൊഴിയാത്തൊരു മാസമാണിത്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഹെയറും. അപ്പോൾ സ്കിന്നിന് നമ്മൾ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജസ്റ്റ് സ്കിൻ നോക്കിയാൽ മതി, കണ്ടില്ലേ ലാക്സിറ്റി സ്കിന്നിനെ നഷ്ടപ്പെട്ടിട്ടിരിക്കുക. അത് മാത്രമല്ല സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളും ആയിട്ടുണ്ട്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഞാനിങ്ങനെ കുറേ തപ്പിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണം, പാരബൻ ഫ്രീ വേണം, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് വേണം. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് തപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മമ്മ അതിൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷും അതുപോലെ തന്നെ മമ്മ ബീട്രൂട്ട് മോയ്സ്ചർ ഞാൻ കണ്ടത് കേട്ടോ. കാരണം ഇത് രണ്ടും ഭയങ്കര സൂപ്പറാണ്. നല്ലൊരു ഹൈഡ്രേഷൻ, ഒരു 48 hours നമുക്ക് ശരിക്കും നല്ലൊരു ഹൈഡ്രേഷൻ തരും കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞ് വൈകുന്നേരം വരെ നല്ലൊരു ഹൈഡ്രേഷനിൽ തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന മമ്മാതിൻ്റെ ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷാണ് കേട്ടോ. ഇത് പറയുന്ന പോലെ തന്നെ ഭയങ്കര ജെന്റിലാണ്. അതിൻ്റെ ടെക്സ്ചർ ആയാലും ശരി ഭയങ്കര ഒരു ജെല്ലി ടെക്സ്ചറാണ്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഹൈഡ്രേഷൻ്റെ കേസ് പിന്നെ പറയണ്ട, കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രോണിക് ആസിഡ് ആണല്ലോ. ഇത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഹൈഡ്രേഷൻ തരേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല ഇതിൽ ബീട്രൂട്ട് ഉണ്ട്, നമുക്കൊരു പിങ്കി ഗ്ലോ തരാനായിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്മൂത്താന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ബാക്കി ഫേസ് വാഷസ് യൂസ് ചെയ്യുന്ന പോലെ ഗ്രീസി ആക്കി ഹെവി ആക്കി ഒന്നുമില്ല. സ്കിന്നിന് ഭയങ്കരമായിട്ട് ജെന്റിൽ ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ ഇത് ജെന്റിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബീട്രൂട്ടിൻ്റെ കൂടെ ഹൈഡ്രോണിക് ആസിഡ് കൂടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് സൂപ്പർ ആവും. അത് പ്രോമിസാണ്. കാരണം അത്രയ്ക്ക് അടിപൊളി പ്രൊഡക്റ്റാണിത്. ഇതിൽ ഒരു 87% ഉള്ള നമ്മുടെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ലൊരു സപ്ലി സ്കിന്നായിട്ടിരിക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്ത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മമ്മാതിൻ്റെ തന്നെ ബീട്രൂട്ടിൻ്റെ തന്നെ മോയ്സ്ചറാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മളൊരു സ്ട്രോക്ക് ക്രീമോ അതുപോലെ തന്നെ ഒരു ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തൊരു എഫക്റ്റാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ സ്കിന്നിൽ ഇത് സർക്കുലർ മോഷനിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിൽ നല്ലോണം ഇത് അബ്സോർബ് ആവട്ടോ, അതാണ് എടുത്ത് പറയാനുള്ളത്. കാരണം പിന്നെ ഇത് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ പാരബൻ ഫ്രീ, ടോക്സിൻ ഫ്രീ, കെമിക്കൽ ഫ്രീ ആണ്. നമുക്ക് ഡെയിലി യൂസിൽ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു പിങ്കി ഗ്ലോ വരുന്നത്, 2 കവള് നോക്കി നോക്കും. എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മമ്മാർത്തിൻ്റെ ഈ പ്രൊഡക്റ്റ് മമ്മാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ആകുമ്പോഴേക്കും 1 million പ്ലാൻസ് എത്തണമെന്നാണ് അവരുടെ എയിം. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഓരോ പ്ലാൻ വെച്ചിരുന്നാണ്. അത് മാത്രമല്ല മമ്മാർത്തിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിന് അയക്കാം. എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. മറക്കേണ്ട നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് മമ്മാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടാനായിട്ട് KADAN 2024 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടിക്കും പറ പന്ന, അടിക്കും പറ അമ്മായിനെ അടിക്കും പറ. മറ്റേ ഇങ്ങനെ ഈ കുന്നിക്കൊരു കുട്ടി അത് കാണിക്ക്. ഈ കുന്നിക്ക് ചക്കക്കുരു കുത്തിട്ടു എങ്ങനെ അവർക്ക് പൊളിച്ച് കളിക്കുന്നത്, അവള് കൈയെടുത്ത് ഗൈസ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇനി ഫുഡ് കഴിക്കണ ഭാഗങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാ നമ്മള് ഇപ്പൊ പഴയന്നൂരാണ് കേട്ടോ. പഴയന്നൂർ ഞാൻ മാത്രമല്ല, അച്ചൂട്ടിണ്ട്. അച്ചു എവിടെ?
അച്ഛനെ കാണാനില്ലല്ലോ. അച്ഛൻ മുട്ട അടിച്ചു ഗൈസ് അല്ലേ അച്ഛ? അച്ഛൻ മുട്ടയൊക്കെ അടിച്ചു. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്മമ്മനെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇല്ല പറഞ്ഞ എവിടേക്കാ പോണേ നമ്മള്? അമ്മമ്മനെ കാണാൻ കുഞ്ഞുവിന്റെ വീട്ടിൽ മൂട്ടേ പോവുക. നമ്മൾ പൊറ്റേക്കല്ലേ പോകുന്നേ. അമ്മയുടെ അമ്മ അവിടെ ഉണ്ട്. അപ്പൊ അമ്മനെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണം. കാരണം നമ്മുടെ സീക്കുട്ടി നാളെ പോവും. അപ്പൊ അല്ലേ സീക്കുട്ടി പോവില്ല പറഞ്ഞ? നാളെ സീക്കുട്ടിനെ വിടുകയാണ്. നാളെ മാമ വന്നിട്ട് വിളിച്ചിട്ട് പോവും. നാളെ അവർ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അമ്മയുടെ വീട്ടിൽ തറവാട്ടിൽ പോവാം. തറവാട്ടിൽ പോയിട്ട് അമ്മമ്മനെ വിളിച്ചിട്ട് നേരെ വീട്ടിലെത്താം. എത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണിക്കാം. ഓൾറെഡി നമ്മൾ കുറേ ഡിലേ ആണ് കേട്ടോ വീഡിയോ. എന്നാൽ കൂടി കുഴപ്പമില്ലാതെ ഇപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഈ ഒരു മാസം കുഴപ്പമില്ലാതെ വീഡിയോ ഇടാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഞാൻ സത്യം പറയാം, ഈ കോലം കണ്ടു ആരും ഒന്നും വിചാരിക്കേണ്ട. ഞാൻ ഉറങ്ങി ബ്രഷ് ചെയ്തിട്ടില്ല, കാപ്പി കുടിച്ച് എണീച്ചേ ഉള്ളൂ. എന്നിട്ട് നേരെ വണ്ടി എടുത്ത് നേരെ വന്നു. അപ്പം നേരെ അമ്മയുടെ തറവാട്ടിൽ പോയിട്ട് അമ്മമ്മനെയും വിളിച്ചിട്ട് വീട് എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വഴിയേ കാണിക്കാം ഇന്നത്തെ. ഓക്കെ, പക്ഷേ ഇതാണ് അമ്മയുടെ തറവാട്. ഓൾറെഡി ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തറവാട് എന്ന് പറയുന്നത്. നമ്മുടെ അച്ചു ഇതാ നിൽക്കണം. ഹായ് അച്ചു, ഹായ് പറ. ഹായ്. ഇതാണ് അതെ, വെള്ളത്തോട് കിട്ടിയതാ? അതെയാ, എവിടെന്ന്? അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം വന്ന കേട്ടാ. അത് 50 രൂപയ്ക്ക് ഇത് നെയ്ച്ചോറും വീട്ടിലെ നെയ്ച്ചോറും വേണ്ടൊരു സംഭവം കിട്ടി. ഒരെണ്ണം എൻ്റെ കുട്ടിക്ക് വാങ്ങിയ ഞാൻ, നിനക്കല്ല കേട്ടാ, ഞാൻ എൻ്റെ കുട്ടിക്കായിട്ട് വാങ്ങിയതാണ്. അങ്ങനെ കോമളത്തിന്റെ അമ്മ എത്തിയിരിക്കുന്നു. കോമളത്തിന്റെ അമ്മ എത്തിയിരിക്കുന്നു. ക്ഷീണിച്ചില്ലമ്മ? ഇത്തിരി ക്ഷീണമുണ്ടല്ലമ്മ അല്ലേ? ഇത്തിരി ക്ഷീണമുണ്ട് അമ്മമ്മക്ക്. മാങ്ങ അമ്മൂന്റെ സ്പെഷ്യൽ എത്തി. മാങ്ങ കിട്ടി അമ്മൂന്. എടുത്താ? അമ്മൂനെ വിളിച്ച് ഇപ്പൊ വന്ന് കയറിയുള്ളൂ കേട്ടോ. അപ്പൊ അമ്മമ്മ നമുക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങയും എന്ത് അമ്മമ്മ നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കുന്നു ഗൈസ്. അമ്മ കുളിച്ചേക്കുന്നു. അമ്മ കുളിച്ച് റെഡിയായി. ഇതാരാണ്? ഇതേത് കുട്ടി? ഇതാരാണ്? ഇതാ മുത്തശ്ശി വന്നല്ലോ. കുട്ടിന്റെ സ്വത്തുവിന്റെ മുത്തശ്ശി വന്നേക്കുന്നു. കോമളം ചേച്ചി ഇങ്ങോട്ട്. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ സമയം ഏകദേശം ഒരു 5 മണി അല്ലേ, 5:15 അപ്പൊ ഞാൻ കുളിച്ചിട്ടൊന്ന് പുറത്തേക്ക് പോകാനുള്ളതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ഫുഡൊക്കെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉറങ്ങിയിട്ടുള്ളൂ. ഇത്ര നേരം ഭയങ്കര വാശിയാണ്. ഉറങ്ങില്ല, ഫുൾ കളിയുടെ ലെവലെത്തിണ്ട്. അപ്പൊ അച്ഛൻ അച്ഛൻ മുട്ട അടിച്ച ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് പോകുന്നുണ്ട് ഗൈസ്. അച്ഛൻ മുട്ട അടിച്ചത് ഒരുപാട് പേര് ചോദിച്ചു ഇൻസ്റ്റയിൽ, എന്തിനാ ചേച്ചി ആ കുട്ടീനെ മുടി വെട്ടിയത്, വളർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഇതിന്റെ ഇടയിൽ നിങ്ങളറിയാത്തൊരു സംഭവം കൂടി ഉണ്ടായി. അച്ഛന് ഒരാഴ്ച നമ്മള് അശ്വിനി ഹോസ്പിറ്റലിൽ തൃശ്ശൂർ അഡ്മിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി കാരണം നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല ആ സമയത്ത്, കാരണം ടെൻഷൻ ആയതുകൊണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ പെട്ടെന്ന് കൊണ്ടുപോയത്, ഇവിടെ കാണിച്ചിട്ട് കുറവില്ലാണ്ട് നമ്മള്
പെട്ടെന്ന് കൊണ്ടുപോയതായിരുന്നു. ഒത്തിരി നല്ല കൂടുതൽ 105 ടോൺസിന്റെ ടോൺസിലിന്റെ ഇൻഫെക്ഷൻ വന്നതാണ്. ഇൻഫെക്ഷന്റെ ലെവൽ 5 വേണ്ടത് അച്ഛന് 57 ആയിരുന്നു. അപ്പൊ പിന്നെ അത്ര ഹൈ ആണ്, കയ്യിലൊക്കെ ഫുള്ള് ഇതൊക്കെ ഇട്ടായിരുന്നു, ആ ലെവലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഒന്നും തന്നെ പറ്റിയില്ല. അല്ല മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ ഈ ഹോസ്പിറ്റൽ കേസ് ആട്ടോ. ഫാമിലി എല്ലാവർക്കും ജൂലൈ തൊട്ട് ഈ ഒരു സമയം വരെ ജൂലൈ തൊട്ട് ഈ ഒരു സമയം വരെ എല്ലാ ആൾക്കാർക്കും ജൂലൈയില് കുഞ്ഞുവിന് ഒരു പനി വന്നില്ലേ, മീസിൽസ് വന്നില്ലേ, അതിന് ശേഷം തുടങ്ങിയ ഹോസ്പിറ്റൽ കേസാ. മാസത്തിൽ ഒരു 10 ദിവസം തികച്ച് വീട്ടിലെത്തിയില്ല. ആ ഒരു ലെവൽ, അത്രയും ലെവല് എല്ലാ ആൾക്കാർക്കും വയ്യാണ്ട് ഭയങ്കര ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ എന്നിട്ട് ഞാൻ പറയാട്ടോ, എന്നിട്ട് ആ ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ അവിടുന്ന് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും ഇവിടെ ഇല്ലല്ലോ, ഏട്ടൻ എറണാകുളത്ത് അറിഞ്ഞില്ലേ. അപ്പം അതിനൊക്കെ ശേഷം ഞാൻ തിരിച്ച് ഞാൻ വന്നിട്ട് 3-ാം പക്കാണ് കുഞ്ഞു വന്നത്. അപ്പൊ വന്ന തൊട്ടുള്ള വീഡിയോസ് കണ്ടില്ല. അപ്പൊ അതുവരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ മാത്രമല്ല, ഒരാഴ്ച ഒരാഴ്ച അവള് ഹോസ്പിറ്റലിലാണ്. കാരണം ആരുടെ അവിടെ മുള്ളണ്, ബാക്കിൽ ഒരാൾ മുള്ളെന്ന്. പിന്നെ അതിനുശേഷം അവൾക്ക് പെട്ടെന്ന് ഇനി ഒരു പനി വന്നു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിന്, അവള് ഭയങ്കര വെയിറ്റ് കുറവല്ലേ, അപ്പൊ പിന്നെ അവളുടെ ശരീരത്തിന് ഇനി ഒരു പെട്ടെന്ന് ഒരു പനി വന്നാൽ സഹിക്കില്ല. പാലക്കാടാണെങ്കിൽ അറിയാലോ, ഭയങ്കര ചൂടാണ്. എന്തോ ഭയങ്കര ചൂടാ. അപ്പൊ പിന്നെ പെട്ടെന്ന് വേർപ്പിറങ്ങിയിട്ട് ഇനി ഒരു പനി വന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ താങ്ങില്ല, ഇനി ഇൻഫെക്ഷൻ ലെവൽ വീണ്ടും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ മുടി എടുത്തത്. മുടിയല്ലേ എപ്പോ വേണമെങ്കിലും വളരും. ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് കൊണ്ടാണ് മെയിൻ ആയിട്ട് വീഡിയോ ഇടാതിരുന്നത്. അപ്പൊ അച്ഛൻ നമ്മുടെ സ്കൂളിൽ നിന്ന് മാറ്റി നമ്മൾ വേറെ സ്ഥലത്തേക്ക് pre-KG ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് LKG നമ്മൾ മാറ്റി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളിനി വരും വഴിക്ക് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളും എല്ലാം കൂടി ചേർത്തുള്ള വീഡിയോ നമുക്ക് നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.